ശ്രീ ജിൻഡോ ജോൺ, കോൺഗ്രസ് ഈ വിധിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ ഈ അന്വേഷണം ശരിയായ ദിശയിൽ പോകുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നുമുണ്ട്. പ്രധാനമായിട്ടും കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ അരവിന്ദ് പി ദത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇതൊരു സീരിയസ് ഫ്രോഡ് അല്ല എന്നായിരുന്നു. ആ വാദത്തിന്റെ മുനയൊടിക്കുന്നതല്ലേ ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ്? തീർച്ചയായിട്ടും മഞ്ജുഷേ, ഇതിൽ സീരിയസ് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ അത് ശതകോടികളുടെ മാത്രം ആവണമെന്നില്ല. ഇതിന്റെ പൂർണ്ണമായ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ശതകോടികളുടെ അന്വേഷണത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ അക്കൗണ്ടിലേക്ക് മറ്റു ചില കമ്പനികളിൽ നിന്നും പണം വന്നിട്ടുള്ളതിനായി രേഖകളും വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാകാത്ത ഒരു ലോജിക്ക്, പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാക്കന്മാരും നാളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, ഞങ്ങൾക്ക് മടിയിൽ കനമില്ല, ഞങ്ങൾക്ക് ആരെയും പേടിയില്ല, ഏത് അന്വേഷണം വേണമെങ്കിലും വന്നോട്ടെ, എത്ര ഏജൻസികൾ വേണമെങ്കിലും വന്നോട്ടെ എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് KSIDCയുടെ മറവിൽ 50 ലക്ഷം രൂപ കൊടുത്ത് വൈദ്യനാഥൻ എന്ന് പറഞ്ഞ സെൻട്രലിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് സുപ്രീം കോടതി വക്കീലിനെ കൊണ്ട് കേരള ഹൈക്കോടതിയിൽ വാദിക്കുന്നു, ഓൺലൈനായിട്ട് വീണ വിജയന്റെ പേരിലും അവരുടെ കമ്പനിയുടെയും പേരിൽ കർണാടക ഹൈക്കോടതിയിൽ വാദിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കോടികൾ ചെലവഴിക്കാൻ യാതൊരു മടിയുമില്ല. എനിക്ക് പറയാനുള്ളത്, നിരന്തരം കള്ളം പറയുന്ന പിണറായി വിജയൻ അടക്കമുള്ള CPMന്റെ നേതാക്കന്മാരുടെ നാവ് ആദ്യം തന്നെ സാനിറ്റൈസ് ചെയ്യണം. അദ്ദേഹത്തിന്റെ കൈ സാനിറ്റൈസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അദ്ദേഹത്തിന്റെ കൈ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അദ്ദേഹം നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ സാക്ഷി നിർത്തി നിയമസഭയ്ക്ക് കളങ്കം ചാർത്തുന്ന രീതിയിൽ കള്ളം പറഞ്ഞ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകളെ സംരക്ഷിക്കാനാണെന്നാണ് ആളുകളുടെ വിചാരം. അങ്ങനെയല്ല, മകളെ സംരക്ഷിക്കാനല്ല, അദ്ദേഹത്തിന് സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, മുഖ്യ പ്രതിയാണ്. നമ്മൾ ഈ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണ വിജയൻ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ്, അവര് കൊടുത്തിരിക്കുന്ന അവരുടെ അപേക്ഷ പ്രകാരം അതിൽ കുറെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. വീണ വിജയനോട് ഇതുവരെ ROCയോ അല്ലെങ്കിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡോ മറ്റേ ഒരു അന്വേഷണ ഏജൻസികളും വീണ വിജയനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, അവരുടെ ഭാഗം കേട്ടിട്ടില്ല എന്നൊക്കെയാണ് CPMന്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നത്. അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വീണ വിജയൻ തന്നെ ബാംഗ്ലൂർ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. നിരന്തരം 2021 ജനുവരി 29 മുതൽ ഈ കഴിഞ്ഞ 8-ാം തീയതി വരെ, 2024 ഫെബ്രുവരി 8-ാം തീയതി വരെ 15ഓളം പ്രാവശ്യം നിരവധിയായിട്ടുള്ള ROC മുതൽ SFIO വരെയുള്ള അന്വേഷണ ഏജൻസികൾ വീണ വിജയനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ വീണ വിജയൻ പ്രതിനിധി അയച്ചിട്ടുണ്ട്, വീണ വിജയന്റെ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിൽ വീണ വിജയൻ തന്നെ നേരിട്ട് ഹാജരാകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ് CPMന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ, മാർക്സിസ്റ്റുകാരെ കൂടി ഇലിഭ്യരാക്കുന്ന രീതിയിൽ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്. വീണ വിജയന്റെ ഭാഗം കേട്ടിട്ടില്ല, വീണ വിജയന്റെ കമ്പനിയുടെ ഭാഗം കേട്ടിട്ടില്ല എന്ന്. ഒരുപാട് പേരുടെ രക്തം ചിന്തിയ പാരമ്പര്യമുള്ള പാർട്ടി ഓഫീസ് ഇവരുടെ കമ്പനി സ്ഥാപിക്കാനുള്ള കെയർ ഓഫ് അഡ്രസ് ആക്കി വെച്ചുകൊണ്ട് സ്ഥാപിച്ച ഒരു കമ്പനിയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അടിമ പണിയെടുക്കുന്ന അധമ വേലയിലേക്ക് CPMന്റെ നേതാക്കന്മാർ മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇവർക്ക് പേടിയില്ലെങ്കിൽ അന്വേഷണത്തെ നേരിടണ്ടേ? പേടിയില്ലാത്തവർ എന്തിനാ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പോകുന്നത്? ഏത് അന്വേഷണത്തെയും നേരിടാനുള്ള ആർജവമുണ്ടെന്ന് നിയമസഭയിൽ വിളിച്ച മുഖ്യമന്ത്രിയുടെ മകൾ. പ്രഗത്ഭനായ അഭിഭാഷകനെ വെച്ചുകൊണ്ടാണല്ലോ എക്സാലോജിക് കമ്പനി കർണാടക ഹൈക്കോടതിയിൽ കേസ് നടത്തിയത്. അതിൽ തന്നെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന രീതിയിലാണ് അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. അതുകൊണ്ടാണല്ലോ UAPAക്ക് സമാനമായ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞു ശതകോടികളുടെ കാര്യം വന്നാലേ അന്വേഷണം നടത്താൻ പറ്റുകയുള്ളൂ, അങ്ങനെയൊന്നുമില്ല എന്ന്. ഇതേ കാര്യമാണ് കോടതിയിൽ എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്. 1.72 കോടിയുടെ ഇടപാട് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ ശതകോടികളുടെ ഇടപാടില്ല. അതിന് അദ്ദേഹം താരതമ്യം ചെയ്തത് സഹാറ ഇടപാടാണ്. അതുപോലെയുള്ള ഇടപാടൊന്നുമല്ല എന്ന് കോടതി എടുത്ത് ദൂരെ കളയുകയാണ് ഉണ്ടായത്. അതാണല്ലോ കോടതിയുടെ ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്നത്. വിധിപ്പകർപ്പ് പൂർണ്ണമായിട്ടും നാളെ വരികയുള്ളൂ. ഒറ്റ സെന്റൻസിൽ കോടതി വിധി പറയുകയാണ് ഉണ്ടായത്, പെറ്റീഷൻ ഡിസ്മിസ്ഡ് എന്ന്. പെറ്റീഷനിലെയും വാദത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു സീരിയസ് ഫ്രോഡ് അല്ല ഈ കേസ് എന്ന്. അതുപോലെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്, UAPAക്ക് സമാനമായ രീതിയിൽ അന്വേഷിക്കുകയാണ്, ഏത് സമയവും അറസ്റ്റ് ചെയ്യുവാൻ പോലുമുള്ള സാഹചര്യമാണ് എന്നൊക്കെ. ഈ വാദങ്ങളെല്ലാം തള്ളുന്നു എന്ന് പറയുമ്പോൾ ഈ SFIOയെ ഭയന്നുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകാതെ കർണാടകത്തിലേക്ക് പോയതിന്റെ ഒരനുഭവം കൂടി ഉണ്ടാവുകയാണല്ലോ ഇവിടെ.
അല്ല, തീർച്ചയായിട്ടും ഇതില് കേരള ഹൈക്കോടതിയിൽ ഈ വീണ വിജയന്റെ കമ്പനി തുടങ്ങുന്നത് തന്നെ AKG സെന്റർ കെയർ ഓഫ് അഡ്രസ് ആയിട്ട് വെച്ചിട്ടോ. എന്തുകൊണ്ടാണ് അവര് ഈ കേരള ഹൈക്കോടതിയിൽ പോകാതിരുന്നത്? അവർ അതിന് വാദത്തിന് വേണ്ടി പറയുന്നത് കമ്പനിയുടെ ആസ്ഥാനം അവർ പ്രവർത്തിക്കുന്നത് ബാംഗ്ലൂർ ബേസ് ചെയ്താണെന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ വീണ വിജയന് കുറച്ചുകൂടി കുരുക്ക് മുറുകപ്പെടുകയാണ്. ഒരു ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നു, അന്വേഷണം നടക്കട്ടെ എന്ന്. ഇനി അന്വേഷണ ഏജൻസികൾ ഹൈക്കോടതി ഉത്തരവിന്റെ കൂടി സംരക്ഷണത്തിലാണ് അന്വേഷണം നടത്താൻ വരുന്നത്. ഇനി ഇവർ അതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോകണ്ടേ? അന്വേഷണത്തെ ഭയമില്ല എന്ന് പറയുന്നവർ എന്തിനാണ് രാജ്യത്തെ കോടതികൾ കയറി ഇറങ്ങി നടക്കുന്നത്? ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ, ഇവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഭാഗമായിട്ടുള്ള രേഖകൾ, സപ്പോർട്ടിംഗ് എവിഡൻസ് മുഴുവൻ ഇവർക്ക് ഹാജരാക്കാൻ പാടില്ലേ? ഇവരെന്തിനാണ് വീണ്ടും സാവകാശം ചോദിക്കുന്നത്? KSIDCയോട് രേഖകൾ ചോദിക്കുമ്പോൾ അവരും ചോദിക്കുന്നു 2 ആഴ്ചത്തെ സമയം. എന്തിനു വേണ്ടിയിട്ടാണ്? രേഖകൾ നിർമ്മിച്ച് നൽകാൻ വേണ്ടിയിട്ടാണോ? നമുക്ക് മനസ്സിലാകുന്നില്ല. കോമൺ മാന്റെ ലോജിക്കിന് മനസ്സിലാകാത്ത രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇനി ഇവരുടെ വക്കീൽ തന്നെ പറയുന്നു ശതകോടികളുടെ തട്ടിപ്പല്ല നടത്തിയെന്ന്. അതിന്റെ അർത്ഥം എന്താ? ചെറിയ കോടിയുടെ തട്ടിപ്പാണ് നടത്തിയെന്നാണോ? അങ്ങനെയാണോ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? എത്ര കോടി രൂപയുടെ ആയാലും, 1 രൂപയുടെ ആണെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മറുപടി പറയണ്ടേ? ഇവിടെ വീണ വിജയൻ പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയാണ്. പൊതുമരാമത്ത് മന്ത്രിയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമല്ലേ എന്ന് പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഓണാശംസകൾ എന്ന് പറഞ്ഞു. ഇങ്ങനെ നാട്ടിലെ ആളുകളെ മുഴുവൻ ഇളിഭ്യരാക്കുന്ന രീതിയിൽ മന്ത്രിയും മന്ത്രിയുടെ മരുമോൻ മന്ത്രിയും ഒക്കെ കൂടി ഇങ്ങനെ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം നിങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് VD സതീശൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തെ ഞങ്ങളും സംശയത്തോടു കൂടി വീക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ 8 മാസത്തെ കാലാവധിയാണ് ഇതിൽ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള കുറച്ച് സമയം കൂടി അന്വേഷണം നീളും, അപ്പോൾ ആ ഡീലാണെന്ന്. അങ്ങനെ പറയുന്നത് ഈ അന്വേഷണത്തെ വില കുറച്ച് കാണുന്നതിന് തുല്യമല്ലേ ശ്രീ ജിൻഡോ ജോൺ? അല്ല, അങ്ങനെയല്ല. അതിനെ അങ്ങനെയല്ല നിരീക്ഷിച്ചിരിക്കുന്നത്. ഇത് 2019 CMRLന്റെ ഓഫീസിൽ നിന്ന് രേഖകൾ അവിടെ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കുന്നു. അതിനുശേഷം അന്വേഷണങ്ങൾ നടക്കുന്നു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നതിന് ശേഷം CMRL ഫൈൻ അടച്ചതിന് ശേഷമൊക്കെയാണ് കേരളത്തിലെ പൊതുജനങ്ങൾ, മാധ്യമങ്ങളടക്കം ഇത് അറിയുന്നത്. എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത്. അതിനുശേഷവും ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രകാരം തന്നെ ഇത് അഴിമതിയാണ്, കള്ളപ്പണം വെളുപ്പിക്കലാണെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. അതിനുശേഷം ബാംഗ്ലൂർ ROCയുടെ അന്വേഷണം ഉണ്ടായിരുന്നു. ആ ROCയുടെ അന്വേഷണ റിപ്പോർട്ട് എന്താണ്? അതിലും പറയുന്നു CBIയോ EDയോ അന്വേഷിക്കണമെന്ന് തന്നെയാണ്. അതിനുശേഷം മൂന്ന് ROCകൾ ചേർന്ന് ഒരു സമിതി അന്വേഷിക്കണമെന്ന് തീരുമാനമെടുക്കുന്നു. അതിന് 4 മാസം സമയം കൊടുക്കുന്നു. അതിനിടയിൽ SFIO അന്വേഷണം നടത്തുന്നു. ഏത് അന്വേഷണം വേണമെങ്കിലും നടന്നോട്ടെ. ഇത്രയും രേഖകൾ കൺമുന്നിൽ എവിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ പിന്നെ എന്തിന് 8 മാസത്തെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൽ സംശയകരമാണ്. നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ, ആ ഏജൻസിയുടെ, അവരുടെ സത്യസന്ധതയെ അല്ലെങ്കിൽ അതിനൊന്നും നമ്മൾ സംശയിക്കുന്നില്ല. പക്ഷേ ഇതിൽ BJPക്ക് കൃത്യമായിട്ടുള്ള കുറെ റോളുകളുണ്ട്. ഇതിനേക്കാൾ ഗുരുതരമായില്ലാത്ത കേസുകളിൽ പോലും EDയും CBIയും ഒക്കെ കയറി ഇറങ്ങുന്ന സാഹചര്യം മറ്റു പല സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുന്നു. കേരളത്തിൽ എന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കേസിൽ, ലൈഫ് മിഷൻ കേസിൽ, അല്ലെങ്കിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൈകൾ എത്തുന്ന എല്ലാ തട്ടിപ്പിലും അഴിമതിയിലും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ക്ലിഫ് ഹൗസിന്റെ പുറത്തെത്തുമ്പോൾ, ആ ഗേറ്റിംഗ് വരുമ്പോൾ വണ്ടി തിരിച്ചു കൊണ്ടുപോകുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ 8 മാസത്തെ കാലാവധി കൊടുക്കുന്നത് CPMഉം BJPയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് അജണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള, ബ്രിഡ്ജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നത്. അതിനപ്പുറത്ത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കാനുള്ള മുഴുവൻ രേഖകളും ഈ മുഴുവൻ അന്വേഷണ ഏജൻസികളുടെ മുമ്പിലുണ്ടല്ലോ. കോടതികളുടെ പോലും നിരീക്ഷണത്തിന് വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ബാംഗ്ലൂർ ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി ഈ കേസെടുത്ത് വലിച്ചെറിഞ്ഞത്, വീണ വിജയന്റെ ഹർജി തള്ളിക്കളഞ്ഞത്? മറ്റൊരു അനുകൂല നിലപാടുമില്ലാതെ തള്ളിക്കളയല്ലേ? അന്വേഷണം തുടരട്ടെ എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മുഴുവൻ രേഖകളും വീണ വിജയന്റെ കമ്പനിക്കും വീണ വിജയനും എതിരാണ്. അത് മാത്രമല്ല, കേരളത്തിലെ പ്രോമിനന്റ് പേഴ്സൺ ആയിട്ടുള്ള PV എന്ന പിണറായി വിജയനും എതിരാണ് എന്നുള്ള സത്യമാണ് അതിന്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ശരി ശ്രീ